മിഡിൽ ഈസ്റ്റിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന യുദ്ധത്തിൽ നമ്മൾ സ്ഥിരമായി കാണുന്ന ഒരു ബുൾഡോസറുണ്ട്. എന്നാൽ നമ്മൾ സ്ഥിരമായി കണ്ടിട്ടുള്ള ബുൾഡോസറിൻ്റെ ഒരു രൂപഘടനയോ കാര്യങ്ങളോ ഒന്നും തന്നെയല്ല ഇത്തരം ബുൾഡോസറുകൾക്കുള്ളത്. ഗസയിലുള്ള നിരപരാധികളായിട്ടുള്ള നിരവധി സാധാരണക്കാരായ ജനങ്ങളുടെ വീടുകൾ, അവരുടെ സ്വത്ത്, അവരുടെ സമ്പാദ്യം എല്ലാം തന്നെ ഇടിച്ചു നിരത്തിക്കൊണ്ടു പോകുന്ന ബുൾഡോസറുകൾ നമ്മൾ ഗസയിൽ നിന്ന് സ്ഥിരമായി കാണുന്ന ഒരു കാഴ്ച തന്നെയാണ്. ഈ കാണുന്ന രീതിയിലാണ് അത്തരം ബുൾഡോസറുകൾ കാണപ്പെടുന്നത്. ഇത്തരം ബുൾഡോസറുകളുടെ പേരെന്ന് പറയുന്നത് D9 എന്നാണ്. അതായത് ഇത് മാനുഫാക്ചർ ചെയ്യുന്നത് അമേരിക്കൻ കമ്പനിയായിട്ടുള്ള കാറ്റർപില്ലർ എന്ന് പറയുന്ന ഒരു കമ്പനിയാണ് ഇത് മാനുഫാക്ചർ ചെയ്യുന്നത്. ഇതിന് 405 മുതൽ 410 വരെ ഹോഴ്സ് പവറാണ് ഉള്ളത്. ഇതിൻ്റെ വെയിറ്റ് വരുമ്പോൾ അത് 55 ടണ്ണാണ് ഇതിന് വെയിറ്റ് വരുന്നത്. എന്നാൽ ഇത് ഇസ്രായേലിൽ എത്തിക്കഴിയുമ്പോൾ അവർ അവരുടേതായ രീതിയിൽ മോഡിഫൈ ചെയ്ത്, അതായത് നമ്മളിപ്പോൾ കാണുന്ന രീതിയിൽ അതിൻ്റെ ഒരു പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടുള്ള ഷീൽഡുകളും കാര്യങ്ങളുമെല്ലാം അവർ യൂസ് ചെയ്യുന്നുണ്ട്. ഇത്തരം പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളെല്ലാം ആഡ് ചെയ്ത് കഴിയാൻ നേരത്ത്, അതായത് ഈ ഒരു ബുൾഡോസർ ഒന്ന് മോഡിഫൈ ചെയ്ത് വരാൻ നേരത്ത് ഏകദേശം 62 ടണ്ണായിട്ട് ഇതിൻ്റെ വെയിറ്റ് കൂടുന്നുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇത് അമേരിക്കയിൽ നിന്നാണ് വരുന്നത്. തീർച്ചയായിട്ടും ഈ ഒരു കാര്യത്തിൽ പോലും, അതായത് ഒരു ബുൾഡോസറിൻ്റെ കാര്യത്തിൽ പോലും ഇസ്രായേൽ ആശ്രയിക്കുന്നത് അമേരിക്ക എന്ന് പറയുന്ന രാജ്യത്തെയാണ്. ഇത്തരം കാര്യങ്ങൾ ഇവിടെ പറയാനായിട്ടൊരു കാരണമുണ്ട്. അതായത് അമേരിക്കയിൽ നിന്നൊരു വാർത്ത വരുന്നുണ്ട്. അതായത് അമേരിക്ക ഇത്തരം ബുൾഡോസറുകൾ ഇസ്രായേലിന് കൊടുക്കുന്നത് ഇപ്പോൾ ഹോൾഡ് ചെയ്തു വെച്ചിരിക്കുകയാണ്. ഇസ്രായേൽ 134 D9 ബുൾഡോസറുകളാണ് അമേരിക്കയിൽ നിന്ന് ഓർഡർ ചെയ്തിരുന്നത്. എന്നാൽ അമേരിക്കയുടെ സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് ഇപ്പോൾ ഈ ഓർഡർ ഹോൾഡ് ചെയ്തു വെച്ചിരിക്കുകയാണ്. തീർച്ചയായിട്ടും ഗസയിലുള്ള സാധാരണക്കാരായ ജനങ്ങളുടെ അവരുടെ സ്വത്ത്, അവരുടെ വീട്, അവരുടെ സമ്പാദ്യം എല്ലാം തന്നെ ഇടിച്ചു നിരത്താനായിട്ടായിരുന്നു ഈ ഒരു ബുൾഡോസർ ഉപയോഗിച്ചിരുന്നത്. അതിനെതിരെ അമേരിക്കയിൽ തന്നെ നിരവധി സമരങ്ങളാണ് നടന്നിരുന്നത്. അമേരിക്ക ഇസ്രായേലിലേക്കുള്ള സപ്ലൈ ഇനി കുറയ്ക്കുകയാണെങ്കിൽ, അതായത് ഭാവിയിൽ ഇനി കുറയ്ക്കുകയാണ് എന്നുണ്ടെങ്കിൽ അത് ഇസ്രായേലിനെ സംബന്ധിച്ച് കനത്ത നഷ്ടം തന്നെ ഉണ്ടാക്കും. കാര്യം അമേരിക്ക എന്ന് പറയുന്ന ഒരു വൻ ശക്തിയിൽ ഡിപ്പെൻഡൻ്റ് ആയിട്ടാണ് ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം നിലകൊള്ളുന്നത്. മറ്റൊരു വാർത്ത വരുന്നുണ്ട്, അത് ലെബനനിൽ നിന്നാണ്. ഇസ്രായേലിൻ്റെ ഒരു അറ്റാക്ക് ഉണ്ടായിരിക്കുകയാണ് ലെബനനിൽ. അതിൽ 14 ആൾക്കാരാണ് മരിച്ചത്, 15 പേർക്ക് പരിക്കും സംഭവിച്ചിട്ടുണ്ട്. ഇത് സംബന്ധിച്ചിപ്പോൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് അൽ ജസീറ എന്ന് പറയുന്നൊരു മാധ്യമമാണ്. ഇസ്രായേൽ ലെബനിൽ നടത്തുന്ന വൻ ആക്രമണങ്ങൾ ഇപ്പോഴും തുടരുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇപ്പോൾ ലെബനൻ എന്ന് പറയുന്ന രാജ്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇസ്രായേലുമായി സൈനികപരമായിട്ട് ഒരിക്കലും ലെബനൻ അത്ര ശക്തമായൊരു രാജ്യമല്ല. അതുകൊണ്ട് തന്നെ ഇസ്രായേലിൻ്റെ ആക്രമണം തുടരെയാണ് ലെബനിൽ ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നത്. എന്നാൽ ഇതേ സാഹചര്യം തന്നെ ഇറാനുമായിട്ടും നോക്കുക. ഇസ്രായേൽ ഇത്തരം ആക്രമണങ്ങൾ പോയിട്ട് ആക്രമിച്ചിട്ടുണ്ട്, ഇല്ല എന്ന് പറയുന്നില്ല. പക്ഷേ എന്നാൽ ഇത്തരം രീതിയിലുള്ള വലിയ ആക്രമണങ്ങളൊന്നും ഇറാനിലേക്ക് ഇസ്രായേൽ നടത്തില്ല. കാര്യം ഇറാൻ എന്ന് പറയുന്ന വളരെ ശക്തമായൊരു രാജ്യമാണ്. ആ രാജ്യത്തിനെതിരെ ഇത്തരം ആക്രമണങ്ങൾ നടത്താതിരിക്കുകയും ഇവിടെ സൈനികപരമായി ശക്തി കുറവുള്ളൊരു രാജ്യത്തിനെതിരെ ഇത്തരം ആക്രമണങ്ങൾ ഇസ്രായേൽ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. മറ്റൊരു വാർത്ത വരുന്നത് ഇസ്രായേലിൻ്റെ എക്കോണമിയെക്കുറിച്ചാണ്. അതായത് ഇസ്രായേലിൻ്റെ എക്കോണമി വളരെയധികം, അതായത് ഇസ്രായേലിൻ്റെ സാമ്പത്തിക രംഗം വളരെയധികം അപകടകരമായൊരവസ്ഥയിലാണ് ഇപ്പോൾ നിലകൊള്ളുന്നത് എന്ന രീതിയിൽ വാർത്തകൾ വരുന്നുണ്ട്. ഇത് വാഷിംഗ്ടൺ പോസ്റ്റാണ് ഇത് സംബന്ധിച്ച് വാർത്ത കൊടുത്തിരിക്കുന്നത്. 1 വർഷത്തിലധികമായി ഇസ്രായേലിൽ ഇപ്പോൾ യുദ്ധത്തിലേർപ്പെട്ടിട്ട്. അതിനാൽ തന്നെ നിരവധി വ്യവസായങ്ങളും നിരവധി ബിസിനസ് രംഗവും എല്ലാം തന്നെയാണ് ഇസ്രായേൽ ഇപ്പോൾ തകർന്നു വീണിരിക്കുന്നത്. യുദ്ധമായതുകൊണ്ട് തന്നെ അതിൻ്റെ കെടുതികൾ തീർച്ചയായിട്ടും ഇസ്രായേൽ അനുഭവിക്കുന്നുണ്ട്. അതിന് പുറമെയാണ് ഹിസ്ബുള്ളയുടെ തുടരെയുള്ള ആക്രമണങ്ങൾ ഇസ്രായേലിലുണ്ടാകുന്നത്. തീർച്ചയായിട്ടും അത് ഇസ്രായേലിൻ്റെ എക്കോണമിയെ സംബന്ധിച്ച് നോക്കുമ്പോൾ വളരെ വലിയൊരു തിരിച്ചടി തന്നെയാണ് ഉണ്ടായിരിക്കുന്നത്. ഇത്തരം മോശം സാഹചര്യങ്ങളിലും, എക്കോണമി പരമായിട്ടും ഇത്തരം മോശം സാഹചര്യങ്ങളിലും ഇസ്രായേൽ തങ്ങളുടെ പ്രതിരോധ ചിലവുകൾ കൂട്ടാനുള്ള തയ്യാറെടുപ്പിലാണ് എന്ന രീതിയിലും വാർത്തകൾ വരുന്നുണ്ട്. എന്നിരുന്നാലും 1 വർഷത്തിലധികമായിട്ട് യുദ്ധം നീളുന്നു. അത് എത്രയും പെട്ടെന്ന് കഴിയട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. നമസ്കാരം.